So phase contrast in the principle വരുന്ന pathway ആണ് ഇത്. Light microscope source of illumination വഴി കണ്ടൻസറിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യും. സോ ലൈറ്റ് എൻ്റർ ചെയ്തിട്ട് ആ ഒരു ആൻഡുലാർ സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പെരിഫറൽ റേസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ കോൺ ഓഫ് ലൈറ്റ് മാത്രമേ ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. സോ ഒബ്ജക്റ്റിൽ നിന്ന് ഡെൻസിറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് സം ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യും ആൻഡ് സം ലൈറ്റ് റേ ലോവർ ഡെൻസിറ്റി ആണെങ്കിൽ അൺഡീവിയേറ്റഡ് ചെയ്യും. സോ ഡീവിയേറ്റഡ് ലൈറ്റ് റേ റെസ്റ്റ് ഓഫ് ഫേസ് പ്ലേറ്റ് വഴി പോകും. ബട്ട് അൺഡീവിയേറ്റഡ് ലൈറ്റ് റേ ഫേസ് റിംഗ് വഴി, ദിസ് ഇസ് ഫേസ് റിംഗ്, ഓക്കെ, ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ് ഫേസ് റിംഗ്. സോ ഫേസ് റിംഗിൽ ടച്ച് ചെയ്തിട്ട് ഡയറക്ട്ലി ഐ പീസിലേക്ക് എൻ്റർ ചെയ്യും. അൺഡീവിയേറ്റഡും ഐ പീസിലേക്ക് എൻ്റർ ചെയ്യും, ഡീവിയേറ്റഡും ഐ പീസിലേക്ക് എൻ്റർ ചെയ്യും. സോ ഇതാണ് ബ്രൈറ്റ് ഫീൽഡിൽ നമുക്ക് കാണുന്ന ഇമേജ്. കുറച്ചും കൂടി ക്ലിയർ ആവാനല്ലേ, പക്ഷെ ഫേസ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു പാത്വേ, ഫേസ് കോൺട്രാസ്റ്റിന്റെ പാത്വേ, ഇത് ഫേസ് റിംഗ്. ഓക്കെ, ഇത് കണ്ടൻസറിലുള്ള ആനുലാർ സ്റ്റോപ്പ് ആൻഡ് ദിസ് ഇസ് ഫേസ് റിംഗ്. ഫേസ് റിംഗ് ഇവിടെയാണുള്ളത്. സോ ഫേസ് റിംഗിലുള്ള ഫേസ് പ്ലേറ്റ് ഒബ്ജക്റ്റീവിലും ആനുലാർ സ്റ്റോപ്പ് കണ്ടൻസറിലും ആണുള്ളത്. ഫേസ് ആനുലാർ സ്റ്റോപ്പ് എന്തിനാ, കോൺ ഓഫ് ലൈറ്റ് മാത്രം കടത്തിവിടാൻ. ആൻഡ് ഫേസ് പ്ലേറ്റ് ഒപ്റ്റിക്കൽ ഡിസ്ക് ഉണ്ട്, ഒപ്പാക് ഡിസ്ക് ഉണ്ട്. ഫേസ് പ്ലേറ്റിൽ ഒപ്റ്റിക്കൽ ഡിസ്ക് വഴി അൺഡീവിയേറ്റഡ് ലൈറ്റ് റേ പാസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോയിന്റ്സും കൂടി നിങ്ങൾക്ക് പ്രിൻസിപ്പിളിൽ ആഡ് ചെയ്യാം. അതായത് ഡെൻസിറ്റീൻ്റെ ബേസ് ചെയ്തിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു, അൺഡീവിയേറ്റ് ചെയ്യുന്നു, അതും ആഡ് ചെയ്യാം. ആൻഡ് കോമൺ ആയിട്ട് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ റേ ഓഫ് ലൈറ്റ് is made of wave traveling in a straight line. When two such waves travel together, they are said to be in phase. Such ray will appear bright to the observer. Okay, and however, if one of the wave is held up or made to change the path, they will no longer travel together and they are said to be interfere with each other. The deviated and undeviated wave will about half wavelength and out of phase will cancel each other when they come together to form an image. സോ ഇത് ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്താൽ ചില ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, ചിലത് അൺഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡീവിയേറ്റ് ചെയ്യുന്ന ലൈറ്റ് റേയും അൺഡീവിയേറ്റഡ് ലൈറ്റ് റേയും ലാസ്റ്റ് ഐ പീസിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ട് കോമൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ അവിടെ നമുക്ക് ഇമേജ് കിട്ടും. പക്ഷെ ഇത് ഡീവിയേറ്റ് ചെയ്യുന്നത് ഒന്ന് ഫേസ് പ്ലേറ്റും ഒന്ന് ഫേസ് റിംഗ് വഴിയാണെന്നേ ഉള്ളൂ. ഓക്കെ, ബട്ട് രണ്ടും ഒന്നിച്ച് വന്നാൽ നമുക്കൊരു ഇമേജ് കാണാൻ പറ്റും. ഇതാണ് വേറെ സെയിം പാത്വേ തന്നെയാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറൊരു പാത്വേ. ഒബ്ജക്റ്റിൽ നിന്ന് ഇത് ഡീവിയേറ്റഡ് ലൈറ്റ് റേ, ഇത് അൺഡീവിയേറ്റഡ് ലൈറ്റ് റേ. സോ ഇത് ഫേസ് റിംഗ് വഴി പാസ് ചെയ്യും. ഓക്കെ, രണ്ടും ഐ പീസിലൂടെ ഒരു ഇമേജ്. ഇതും സെയിം ആണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ മനസ്സിലാവുന്നതെന്ന് തോന്നുന്ന പാത്വേ അത് നിങ്ങളുടെ പ്രിൻസിപ്പിളിൻ്റെ താഴെ വരച്ചു വയ്ക്കുക. സോ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ ഈ ഒരു രണ്ട് സ്ലൈഡ് മാത്രമല്ല, മുകളിൽ എഴുതിയ ആ ഒരു പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുക ആൻഡ് ഈ ഒരു പാത്വേയും കൂടി വരയ്ക്കുക. ഓക്കെ, ഫേസ് കോൺട്രാസ്റ്റ് ഒക്കെ കൂടുതലും 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു സ്പെസിമെനിലേക്ക് എൻ്റർ ചെയ്ത് ചിലത് എന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യും. സോ ചിലത് അൺഡീവിയേറ്റ് ചെയ്യും. ഇതാണ് അൺഡീവിയേറ്റഡ് ലൈറ്റ് റേ. ഇത് ഫേസ്, ഇത് ഫുൾ പറയുന്നത് ഫേസ് പ്ലേറ്റ് ആൻഡ് ഡീവിയേറ്റഡ് ലൈറ്റ് റേ. ഓക്കെ, രണ്ടും ഒന്നിച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് ഫോം ചെയ്യും ഐ പീസ്. ആൻഡ് സെറ്റിംഗ് അപ്പ്, നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിനെ നമുക്ക് എങ്ങനെ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ആക്കിയിട്ട് സെറ്റ് ചെയ്യും. വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി ലാമ്പ് വേണം നമുക്ക് ആദ്യം. ആൻഡ് ടേൺ ദി റിക്വയർഡ് ഒബ്ജക്റ്റീവ്, നമുക്ക് ഏത് ഒബ്ജക്റ്റീവ് 10H 40H ഓയിൽ ഇമേഷൻ
ഏത് ഒബ്ജക്റ്റീവ് യൂസ് ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ ആനുവൽസ് കണ്ടൻസറിലുള്ള ആനുവൽസ് മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഐറിസ് ഡയഫ്രം സെറ്റ് ചെയ്ത് വെക്കാം. ആൻഡ് റിമൂവ് ദി ഐ പീസ്, ഇൻസേർട്ട് ദി ടെലസ്കോപ്പ്. സോ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഞാൻ പറഞ്ഞു ഇവിടെ ഫേസ് പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കണ്ടൻസറിൽ ആനുള്ള സ്റ്റോപ്പ് ഉണ്ട്. സോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെലസ്കോപ്പ് വെച്ചിട്ട് ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ ഐ പീസ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തത്. സോ റിമൂവ് ദി ഐ പീസ് ആൻഡ് ഇൻസേർട്ട് ദി ടെലസ്കോപ്പ്. Adjust until the two ring, one bright and one dark are in focus. So face ring തന്നെ ഒന്ന് ബ്രൈറ്റ് ഒന്ന് ഒപ്റ്റിക്കൽ ഡിസ്ക് ഉള്ളത് ഒന്ന് ഡാർക്ക് പോർഷൻ ഉണ്ട്, അതൊക്കെ പ്രോപ്പർ ആയിട്ട് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് അഡ്ജസ്റ്റ് സെന്ററിങ് സ്ക്രൂ ഓഫ് ദി കണ്ടൻസർ. കണ്ടൻസറിൽ നിങ്ങൾക്കറിയാം ആനുലർ സ്റ്റോപ്പ് ഉണ്ട്. സോ അതും എക്സാക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ടെലസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ കണ്ടൻസർ സ്ക്രൂ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ആൻഡ് റിമൂവ് ദി ടെലസ്കോപ്പ്, റീപ്ലേസ് ദി eyepiece, focus and examine the specimen. So ഇവിടെ നമുക്ക് ഡ്രൈയോ സ്റ്റെയിനോ ഒന്നും ചെയ്യാതെ ഡയറക്ട്ലി സ്പെസിമെൻ വെറ്റ് മൗണ്ട് യൂസ് ചെയ്ത് സ്പെസിമെൻ ഒബ്സർവ് ചെയ്യാം. ഓക്കെ. ആൻഡ് ദ സ്പേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ദ എക്സാമിനേഷൻ ഓഫ് അൺസ്റ്റെയിൻഡ് ബാക്ടീരിയ സച്ച് ആസ് വിബ്രിയോ കോളറി ഒക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. And for examining wet preparation of specimen like urine, vaginal swab. Urine എന്ന് പറയുന്ന സ്പെസിമെനിലുള്ള ഓർഗാനിസം, വെജൈനൽ സ്വാബ് എന്ന് പറയുന്ന സ്പെസിമെനിൽ എന്തെങ്കിലും ഓർഗാനിസം ഒക്കെ എക്സാമിൻ ചെയ്യാൻ. സോ ഇങ്ങനെയുള്ള സ്പെസിമെൻ വെറ്റ് പ്രിപ്പറേഷൻ ഡ്രൈ ആക്കാതെ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതൊരു ക്ലാസ്സിൽ വെറ്റ് പ്രിപ്പറേഷൻ പറഞ്ഞു, ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കവർ സ്ലിപ്പ് വെച്ചിട്ട് ഡയറക്റ്റ്ലി എക്സാമിൻ ചെയ്യുന്നത് വെറ്റ് പ്രിപ്പറേഷൻ. സോ അങ്ങനെയുള്ള വെറ്റ് പ്രിപ്പറേഷൻ വഴി എക്സാമിൻ ചെയ്യാൻ നമ്മൾ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. ആൻഡ് ഫോർ എക്സാമിൻ ഫീക്കൽ പ്രിപ്പറേഷൻ ഫോർ ട്രോഫോസൈറ്റ്സ് ഓഫ് അമീബിയ, പാരസൈറ്റ്സിനെ ഒക്കെ ഫീസസിലുള്ള പാരസൈറ്റ്സിനെ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. ആൻഡ് ട്രിപ്പനോസോംസ് ഇൻ ബ്ലഡ് ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ്, ഇങ്ങനെയുള്ള പാരസൈറ്റ്സ്. ആൻഡ് ലിഷ്മാനിയ ഇൻ കൾച്ചർ ഫ്ലൂയിഡ്, നമ്മളെ ഓർഗാനിസം നമ്മൾ കൾച്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇപ്പം പഠിക്കുന്നുണ്ടാവില്ലേ മൈക്രോബയോളജിയിൽ. സോ ലിഷ്മാനിയനെ ഡിറ്റക്ട് ചെയ്യാൻ, കൾച്ചർ ഫ്ലൂയിഡിലുള്ള ലിഷ്മാനിയനെ ഡിറ്റക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്ലഡിലുള്ള ട്രിപ്പനോസോംസിനെ ഡിറ്റക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഓർഗാനിസത്തിന് നല്ല ലൈവായിട്ട് ഡ്രൈ ചെയ്ത് അതിനെ കില്ല് ചെയ്യാതെ ലൈവായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് കാണുന്ന ഫീൽഡ്. നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് ഓർഗാനിസത്തിനൊക്കെ ഫീൽഡിൽ കാണാൻ പറ്റും. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇത് ഒരു മാക്സിമം 5 മാർക്കിനാണ് കൂടുതലും ചോദിക്കാറ്. അതുപോലെ തന്നെ ഡാർക്ക് ഫീൽഡ് ഒരു 10 മാർക്കിനൊക്കെ ചോദിക്കാം. ഫേസ് കോൺട്രാസ്റ്റും ഫ്ലൂറസൻസും ഒക്കെ കൂടുതലും ഈ 5 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടൻസർ ഐ പീസ് അതൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ 3 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. താങ്ക് യു.